ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ചെയ്യലുകൾ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ 10 മണിക്കൂറാണെങ്കിൽ ഇന്ന് 13 മണിക്കൂറാണ് ചോദ്യം ചെയ്യലുകൾ നീണ്ടു നിന്നത്. അപ്പോൾ ഇന്ന് ഒരു പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത് HROTT അല്ലെങ്കിൽ ആക്ഷൻ OTTയുടെ നിർമ്മാതാവ് ബുദ്ധി കേന്ദ്രം HROTT വിജീഷ് പിള്ളയുടേതായിരുന്നു. അദ്ദേഹമാണ് ഇവർക്ക് അത് നൽകുന്നത്. അതിനുള്ള കരാർ എന്ന് പറയുന്നത് 3 കോടിയായിരുന്നു. ആദ്യം 3 കോടിയും പിന്നെ 1.5 കോടിയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അനിലക്കരയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ശ്രീനാ പ്രതാപൻ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നത്. എന്നാൽ ഇന്ന് മനസ്സിലാക്കുന്നത് 4 കോടി അല്ലെങ്കിൽ 3 കോടി എന്ന് പറയുന്നത് വെറും കള്ളക്കണക്കായിരുന്നു. അതിനേക്കാൾ വലിയ തുകയ്ക്കാണ് ഇവർ കരാർ ഉറപ്പിച്ചിരുന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് HROTT കുറിച്ച് അതിൻ്റെ കരാറുകളെ കുറിച്ചുള്ള അന്വേഷണം ഏതാണ്ട് പൂർത്തിയായി. ഇനിയുള്ളത് HROTTയിലേക്ക് സമാഹരിച്ച പണം എവിടെ നിന്നൊക്കെയാണ് എന്നാണ്. അപ്പോൾ 2019 മുതൽക്കേ തന്നെ ഇവർ ഗൾഫ് നാടുകളിൽ നിന്നടക്കം 5 ലക്ഷത്തിൻ്റെ മോർട്ടേജ് ക്യാപിറ്റൽ ബോണ്ട് എന്നുള്ള രീതിയിൽ ഇവർ പണം പിരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആയിരക്കണക്കിന് പേരിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ബോണ്ടുകൾ ഇവർ പണം പിരിച്ച് ബോണ്ടുകൾ നൽകിയിരുന്നത്. അത് ഈ കേസ് വന്നേ പിന്നെ നമുക്കറിയാം അത് കൺസൈൻമെൻറ്റ് അഡ്വാൻസ് ബോണ്ടുകളായിട്ട് കൺസൈൻമെൻറ്റ് അഡ്വാൻസ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെബ്സൈറ്റിൽ എഡിറ്റിംഗ് വരുത്തി അല്ലെങ്കിൽ ഡാറ്റാബേസിൽ ചേഞ്ച് വരുത്തി ഉണ്ടാക്കിയ രക്ഷപ്പെടാനുള്ള അവസാനത്തെ പഴുതുകളായിരുന്നു അതൊക്കെ. എന്നാൽ ഇങ്ങനെ സമാഹരിച്ച പണം കൊണ്ടാണ് ഇവർ ബില്യണയർ, ട്രില്യണയർ അല്ലെങ്കിൽ എന്താണ് മില്യണയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുറേ ക്ലബ്ബുകളും അതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് ഒരുപാട് ആൾക്കാർ കാറെടുത്തതും വീടെടുത്തതും ഒക്കെ ഈ ബോണ്ടുകളുടെ സഹായത്തോടെ ആണ്. 5 ലക്ഷത്തിൻ്റെ പണം പിരിച്ചിട്ടാണ് ഇവർ ഈ ആഡംബരങ്ങളൊക്കെ സ്വന്തമാക്കിയത്. അപ്പോൾ 40 കോടി അല്ലെങ്കിൽ HROTTയുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു ED. അതിനുശേഷം ഈ HROTTയിലേക്ക് പണം പിരിച്ചു കൊടുത്ത ആരൊക്കെയാണ് എന്നുള്ള അന്വേഷണങ്ങളായിരിക്കാം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവാൻ പോകുന്നത്. എന്തായാലും ഒരു 10-14 ദിവസം 2 ആഴ്ചത്തേക്കുള്ള ചോദ്യം ചെയ്യലുകളുടെ ചോദ്യങ്ങളൊക്കെ അവിടെ റെഡിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ 2 ആഴ്ചയോളം ഇത് തന്നെയായിരിക്കും നമ്മുടെ ഹൈറിച്ചോളികളുടെ ദിനചര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രാവിലെ 9:30 ആകുമ്പം നമ്മുടെ പ്രതാപിനെയും ശ്രീനിനെയും കാണുക. ഇന്നലെ എന്താണ് സ്നേഹ മേഡം പറഞ്ഞ പോലെ എന്താണ് ആ ഒരു ലുക്ക്, ഇത്ര നാളും കാട്ടിൽ കിടന്നിട്ട് ഒളിവിൽ കിടന്നിട്ട് വരുമ്പം അതേ ഗ്ലാമർ, ഒരു ഗ്ലാമറിനൊരു കുറവും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ സ്റ്റാർ വരുന്ന പോലെയാണ് വന്നിരുന്നത്. അത് കണ്ടാൽ തന്നെ നമുക്ക് ഒന്നും വേണ്ട എന്നാണ് നമ്മുടെ സ്നേഹ മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ നടത്തും ആ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുള്ള ഇതും എന്നാൽ ഇനിയിപ്പം ഒരു 10-14 ദിവസത്തേക്ക് ഇത് തന്നെയാണ്. പിന്നെ നമ്മൾ പുറത്തിറങ്ങുന്നുണ്ടോ അറസ്റ്റ് ചെയ്തോ എന്നുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ മൊത്തം തപ്പുക, ടി വിയിൽ വല്ല ന്യൂസും വരുന്നുണ്ടോ നോക്കുക എന്നുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മുടെ അഡ്മിൻ ഓൺലി ഗ്രൂപ്പുകളിൽ എന്തെങ്കിലും ആരെങ്കിലും ഇവരുടെ ലീഡർമാർ എന്തെങ്കിലും വോയിസ് ഇടുന്നുണ്ടോ, അയ്യൂബ് ഖാൻ്റെയും ചാക്കോ മാഷിൻ്റെയും ഏതെങ്കിലും ന്യായീകരണങ്ങൾ വരുന്നുണ്ടോ എന്നുള്ള കാത്തിരിപ്പാണ് ഇനി അടുത്ത ഒരു 14 ദിവസത്തേക്ക് ഹൈറിച്ചോളികളുടെ ദിനചര്യ എന്ന് പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ 10 മണിയാകുമ്പോൾ ഇവരെ പറഞ്ഞു വിടും. രാവിലെ 10 മണിക്ക് ആദ്യം കയറും. എന്നിട്ട് അങ്ങനെ അതിനിടയ്ക്ക് വേറെ പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങളും സംഭവിക്കും. ഇവരുടെ ബാച്ചായിട്ട് ഇവരുടെ ലീഡർമാരെ വിളിക്കാൻ തുടങ്ങും. ഏതായാലും ലെറ്റർ അയച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരുടെയൊക്കെ ഹാജരാകാൻ വേണ്ടിയിട്ട് ഒരു 10-50 ആൾ, ഒരു ദിവസം 10-50 ആൾക്കാർക്കാണ് പരീക്ഷ എഴുതാനുള്ള അവസരം കൊടുക്കുന്നത്. അപ്പോൾ ഓരോ 50 ആളും വെച്ചിട്ട് ദിവസം ചോദ്യം ചെയ്യും.
അവരുടെ കള്ളപ്പണത്തിൻ്റെ സോഴ്സും അവർ വാങ്ങിയ ഈ മണി ചെയിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് വിശദീകരിക്കും. അപ്പോൾ ഇവരുടെ ടീമിൻ്റെ സൈസ്, ഇവരുടെ ബാങ്ക് ഡീറ്റെയിൽസ്, സ്റ്റേറ്റ്മെൻറ്റ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ കൊണ്ടു കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അതൊക്കെ ഒറ്റ ക്ലിക്കിൽ അവിടെ EDയുടെ ഓഫീസിൽ നിന്ന് തന്നെ അവർക്കൊക്കെ ലഭ്യമാവും. ഒറ്റ ഫോൺ കോളുകൾ മാത്രം മതി. അപ്പോൾ എല്ലാ തരത്തിലും ലീഡർമാർക്ക് പണി വരുന്നതായാണ് മനസ്സിലാക്കുന്നത്. ഇവരുടെ അക്കൗണ്ടുകളൊക്കെ ഏത് നിമിഷവും ഫ്രീസ് ആവുന്നതാണ്. പിന്നെ ലെറ്റർ ഏതായാലും അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം കൊച്ചിയിലേക്കുള്ള വണ്ടി മാത്രം ബുക്ക് ചെയ്താൽ മാത്രം മതി എന്നാണ് ഇവരെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ചീത്ത വിളിക്കുന്നവർക്ക് ചീത്ത വിളിക്കാം, ഫോൺ വിളിക്കുന്നവർക്ക് ഫോൺ വിളിക്കാം. ഫോണുകളെല്ലാം തന്നെ റെക്കോർഡ് ചെയ്യുമെന്നുള്ള ഒരു ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് തരാനുള്ളത്. അപ്പോൾ ഭീഷണി സ്വരത്തിലുള്ള റെക്കോർഡുകൾ പോലീസിനും കൈമാറുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ ചീത്ത വിളിക്കുന്ന ഹൈറിച്ചോളികൾക്കൊക്കെ പിന്നെയും ജീവൻ വെച്ചിട്ടുണ്ട്. അവരിപ്പോൾ നന്നായിട്ട് തന്നെ ചീത്ത വിളിക്കുന്നുണ്ട്. എന്താണ് അവർക്ക് വേറെ വഴിയില്ല. ഇവരുടെ ഗ്രൂപ്പുകളൊക്കെ അഡ്മിൻ ഓൺലിയാണ്, ലീഡർമാരൊക്കെ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് ഒരു ആശ്വാസം എന്ന് പറയുന്നത് നമ്മളെ പോലെയുള്ളവരെ ചീത്ത വിളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തുടരുക. ഒരിക്കൽ കൂടി പറയുന്നു, 5 ലക്ഷത്തിൽ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്ത എല്ലാവരും വണ്ടി ബുക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വലിയ തോതിലുള്ള വരുമാനം ഉണ്ടാക്കിയത്, പുതപ്പ് വിറ്റിട്ടാണെങ്കിലും ചായപ്പൊടി വിറ്റിട്ടാണെങ്കിലും അതിനേക്കാൾ കൂടുതൽ പൈസ നിങ്ങൾ വരുമാനമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെയും ED ചായ സൽക്കാരത്തിന് വിളിക്കുമെന്നാണ് ഒരിക്കൽ കൂടി നിങ്ങളെ അറിയിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നാളത്തെ ചോദ്യം ചെയ്യലുകൾ വേണ്ടി കാത്തിരിക്കാം. നാളെ ശ്രീനിയും പ്രതാപനും മാത്രമായിരിക്കുമോ, അല്ലെങ്കിൽ ഇന്ന് മുങ്ങി നടന്ന ലീഡർമാരെ, ഇന്ന് മുങ്ങി നടന്ന അത് വളരെ മോശമായി എന്നാണ് ഇവരുടെ മറ്റ് ലീഡർമാർ തന്നെ പറയുന്നത്. എന്തായാലും അവരെ ഒറ്റയ്ക്ക് വിട്ടത് ശരിയായില്ല. നമ്മളെല്ലാവരും കൂടിയല്ലേ പൈസ അടിച്ചു മാറ്റിയത്. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ അവരെ മാത്രം നിങ്ങൾ ഒറ്റക്കാക്കി എന്ന് ചില ലീഡർമാരെങ്കിലും കരുതുന്നുണ്ട്. അപ്പോൾ നാളെ എന്തായാലും ഷെമീന മേഡവും ഫിജീഷും കൂടെ ഉണ്ടാവും. പിന്നെ മറ്റേ ഷാ എന്നാണ് അവൻ്റെ പേരെന്നാണ്, അവനും കൂടെ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് എന്തായാലും നാളെ ന്യൂസ് ചാനലുകളുടെ വാർത്തകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം. നാളെ 10 മണിക്കാണ് തോന്നുന്നു ഇവരോട് വീണ്ടും ഹാജരാകാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാളെ നമുക്ക് കാത്തിരിക്കാം നാളത്തെ നീക്കം എന്തായിരിക്കും എന്ന്. എന്തായാലും ഒരു തരത്തിലുള്ള കളവുകളും EDയുടെ മുന്നിൽ വിലപ്പോവില്ല, ഒരു തരത്തിലുള്ള അടവുകളും വിലപ്പോവില്ല എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. എന്തായാലും സത്യം പോലെ പറഞ്ഞു കഴിഞ്ഞാൽ വേഗം നിങ്ങൾക്ക് ചോദ്യം ചെയ്യലുകൾ അവസാനിപ്പിച്ച് മറ്റ് നടപടികൾ, കോടതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ അറസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അന്വേഷണത്തോട് സഹകരിക്കുക എന്നാണ് ലീഡർമാരോടും പറയാനുള്ളത്. ബൈ.